ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിക്ക് നെടുമ്പായിക്കുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ളൊരു വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്നിവിടെ വരാനും ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനും ഒരു കാര്യമുണ്ട്. അതായത് ഈ നെടുമ്പായിക്കുളം ജംഗ്ഷനിൽ മുമ്പ് ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഡ്രൈ ക്ലീനിങ് സെൻറ്റർ ഞാൻ കണ്ടു. അവിടുന്ന് കുറച്ച് ഉച്ചത്തിലല്ല, വളരെ ലൗഡായിട്ട് പാട്ട് കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്തുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നല്ല ആ പാട്ട് ഞാൻ കേട്ടത്. വളരെയേറെ പ്രത്യേകതയുള്ള, സത്യത്തിൽ അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഞാൻ ഈ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ആ കടയിലേക്ക് ചെല്ലുന്നു. ആ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ വെച്ച് ഞാനൊരു ഷാജിയെ പരിചയപ്പെടുന്നു. ഈ ഷാജി, ഞാൻ ഈ പറഞ്ഞ ഡ്രൈ ക്ലീനിങ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ജോലിക്കാരനാണ് ഷാജി. ഷാജിയുടേതാണ് ഈ സിസ്റ്റം. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഷാജി ഒരു സാധാരണക്കാരനാണെങ്കിലും ഷാജിയുടെ ചുറ്റുപാടുകൾക്ക് വളരെയേറെ പ്രത്യേകതകൾ എനിക്ക് തോന്നി. അതും കേട്ടാലും കണ്ടാലും ഒരുപാട് കൗതുകം തോന്നിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലോകം അദ്ദേഹം തീർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ ഷാജിയുടെ ഡ്രൈ ക്ലീനിങ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഈ ഇരിക്കുന്നിടത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ. തുടർന്നുള്ള കാഴ്ചകൾ പിന്നാലെ കണ്ടോ. ദേ, ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാജി ജോലി ചെയ്യുന്ന ഡ്രൈ ക്ലീനിങ് സെൻറ്റർ. സ്റ്റാർ ഡ്രൈ ക്ലീനിങ് ആൻഡ് സ്റ്റീം അയണിങ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. വണ്ടിയുടെയൊക്കെ നല്ല ബഹളമുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും അവിടുന്ന് നല്ല ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവാം. റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. ആരെങ്കിലുമൊക്കെ വണ്ടി നിർത്തി തരുമോയെന്ന് നോക്കട്ടെ. ഓക്കെ ചേട്ടാ, ആരെങ്കിലും ഒന്ന് നിർത്തി തരണേ. ഈ ഞാൻ ഒന്ന് റോഡ് ക്രോസ് ചെയ്തോട്ടെ പ്ലീസ്. ഓക്കെ വണ്ടി. ആ ദേ കണ്ടോ, ദേ ആ കാണുന്ന സിസ്റ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ആ കാണുന്നതാണ് ഷാജി. ഷാജി, ആ നമസ്കാരം. നമ്മൾ വീണ്ടും ഒന്ന് കണ്ടുമുട്ടുന്നു. അതെ, ജോലി നടക്കട്ടെ. ഇന്നിപ്പോ തീർത്ത് കൊടുക്കേണ്ട ജോലി ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഇതിന്റെ ഓളി ഒരു ഇത്തിരി ഒന്ന് കുറച്ചേക്കാം. ഇതിൽ നിന്നാണ് പാട്ട് കേട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചതും ഈ കടയിലേക്ക് വരുന്നതും ഷാജിയെ പരിചയപ്പെടുന്നതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷാജിയോട് ചോദിക്കാം. എന്തായാലും ഇവിടെ നിന്ന് സംസാരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഇത് റോഡ് സൈഡിലാണ് ഈ കടയുള്ളത്. വണ്ടിയുടെയൊക്കെ സൗണ്ട് വല്ലാതെ നമുക്ക് അരോചകമാവുന്നുണ്ട്. ഷാജി, ജോലിക്കിടയിലാണ് ഞാൻ ഷാജി എങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമില്ല. ഒരു ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞു കേട്ടോ. അതെ. ഞാൻ മുമ്പ് വന്നപ്പോഴേ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം മറന്നുപോയി. ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആരും കേൾക്കില്ല. ശബ്ദം കേൾക്കുന്ന ആൾക്ക് പറയുമ്പോ ശബ്ദം തീരെ ഇല്ല. അതാണ് ഷാജിയുടെ കടയിലിരിക്കുന്ന ആ സിസ്റ്റം വഴിയാണ് ഞാൻ ഷാജിയെ പരിചയപ്പെടുന്നത്. അതെ. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയർ എന്നാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയർ. ഓക്കെ. അത് ക്യൂബെന്ന് ചുരുക്കി പറയാം. അത് ഗാനമേളക്കാർ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഈ ഗിറ്റാറിന്റെ ഒക്കെ ഔട്ട് കൊടുക്കുന്ന അതിലായിരുന്നു. ഇപ്പൊ അത് അങ്ങനെ ആരും യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വേറെ മോണിറ്ററൊക്കെ വന്നതിന് ശേഷം അതൊന്നും ഇപ്പം ആരും കൊണ്ടുപോകാറില്ല. ക്യൂബിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് വരുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി ബാക്കി സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന കണക്കല്ല, ഒരു പ്രത്യേകതയാണ്. നമ്മള് ഈ വൈഡിന്ന് കേൾക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും. അത് കേൾക്കാൻ ഒരു പ്രത്യേകതയാണ് അതിനകത്ത്. പിന്നെ നിങ്ങളീ പറയുന്നത് പോലെ വലിയ ബേസോ ട്രിപ്പിളോ ഒന്നും അതിനകത്ത് വരില്ല. കിട്ടുന്നത് നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ശബ്ദമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഷാജി, ഈ സിസ്റ്റത്തിലൂടെ അല്ലാതെ വേറെ ഒരു സിസ്റ്റത്തിലൂടെയും ഷാജി പാട്ട് കേൾക്കാറില്ലേ?
അറ്റ്ലീസ്റ്റ് മൊബൈലിൽ കൂടി പോലും ഇല്ല ഇല്ല അതില്ല. ഇല്ല. ഞാൻ ഇങ്ങനെ പാട്ട് കേൾക്കാറ്? ഇങ്ങനെ കേൾക്കാറുള്ളൂ. അതെന്താ അങ്ങനെ ഒരു? അത് ഈ STKയുടെ IC കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. STKയുടെ IC വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളവർ ആ പാട്ടുകൾ കേൾക്കുന്നത് ആ ഒരു സുഖം വേറെ ഒന്നിലും കിട്ടത്തില്ല. STKക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. യേശുദാസിന്റെ ഒക്കെ ശബ്ദം കേൾക്കണമെങ്കിൽ ശരിക്കും STKയുടെ IC തന്നെ വെക്കണം. ആംപ്ലിഫയർ പണിഞ്ഞ് അത് വെച്ച് 2 ബോക്സ് ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കേൾക്കാൻ. അങ്ങനെ കേട്ട് ശീലിച്ചവർക്ക് പിന്നെ ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഈ സബ് ഉള്ളതൊന്നും വെച്ച് കേട്ടാൽ ഞാൻ സൂചിക്കത്തില്ല. ഷാജി അപ്പൊ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത്, അതായത് ഈ ക്യൂബ് വഴിയേ കേൾക്കാറുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സിസ്റ്റം? വീട്ടിലിരിക്കുന്ന സിസ്റ്റം. വേറെ ഒന്നിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസും ഉപയോഗിക്കാറില്ല. ഓ, അതൊരു വല്ലാത്ത പ്രത്യേകതയാണല്ലോ. ഷാജിയുടെ സ്വന്തം കടയാണോ ഇത്? എൻ്റെ സ്വന്തം കടയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കടയാണ്. അപ്പൊ അത് എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്ക് വേറെ ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയാണ്, KSRTCയിലെ ജോലി, സുൽഫി എന്നാ പേര്. അപ്പൊ അവ എന്നെ ഏൽപ്പിച്ചിട്ട് പോകും, ഞാനത് നോക്കി നടത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സുഹൃത്തുക്കളാണ്. ഓക്കെ ഓക്കെ. ഷാജി ഇപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും. ഓക്കെ. ആ വീട്ടിലും കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പഴയ സെറ്റ്. അന്ന് വന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരും. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ വൈകുന്നേരം നമുക്ക് അവിടെ കാണാമെന്ന്. എനിക്കത് ആൾക്കാരെ കാണിക്കുന്നതും ഇങ്ങനെ ഇത് തേടി ഇത് ഇഷ്ടമുള്ളവർ മാത്രമേ ഇതിനൊക്കെ തേടി വരുത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് കണ്ട ഒരു സന്തോഷമാണ്, എനിക്കും ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. തന്നെയല്ല, ഇന്നത്തെ പുതിയ ജനറേഷൻ ആർക്കും അറിയത്തില്ല. പൊടി കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് കാസറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്ത് ചോദിച്ചിട്ട് ഇതെന്തോ ചേട്ടാ ഇതിനകത്ത് എങ്ങനെ പാട്ട് വരുന്നതെന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിയത് ഇത് ആരും യൂസ് ചെയ്യാത്തോണ്ടാണ്. അല്ല, തീർച്ചയായിട്ടും. അതെ, ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് എന്തായാലും ഉണ്ടാവും. അതുണ്ട്. എനിക്കിതിനകത്തൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ സ്കൂളുകളിൽ ഈ പല എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ അവർക്ക് ഈ പഴയ ഇതിനൊക്കെയുള്ള പഴയ ആംപ്ലിഫയറും പഴയ റേഡിയോ, ടേപ്പ് റെക്കോർഡ്, ഇതിന്റെയൊക്കെ ഒരു എക്സിബിഷൻ സ്കൂൾ ഇതുപോലൊക്കെ കാണിച്ചിട്ട് പണ്ട് ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് കണ്ടെങ്കിൽ അറിയെങ്കിലും ചെയ്യാം. ഈ ഡ്രൈ ക്ലീനിങ് അല്ലാതെ തന്നെ വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അതെന്തൊക്കെയാണ്? ഈ വണ്ടി ഡ്രൈവറാണ്. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നതാണ്, പിന്നെ അതങ്ങ് നിർത്തി. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. അത് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം പഠിക്കാനൊന്നും ആരുമില്ല. ഒന്ന് അതുകൊണ്ട്. പിന്നെ അതല്ലാതെ ഈ സീരിയലിലൊക്കെ അസിസ്റ്റന്റ് മേക്കപ്പ് ആയിട്ട് പോകാറുണ്ട്. അതെയോ? ഈവന്റ് ഉണ്ടല്ലോ, കാറ്ററിംഗ്, അതിൽ ഈ TS സ്നാക്സ് ഞാൻ സെറ്റ് ചെയ്യുമായിരുന്നു. TS സ്നാക്സ് സെറ്റ് ചെയ്തിട്ട് അവിടെയും ഇതേണൊക്കെ പഴയ ടേപ്പ് റെക്കോർഡൊക്കെ കൊണ്ടുവച്ച് പാട്ടൊക്കെ ഇട്ട് ഈ പഴയ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ പാട്ടൊക്കെ ഇട്ട് അവർക്ക് നല്ല ചായയും കൊടുക്കും. അതായത് ഈ കല്യാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഷാജി എത്ര വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയത്? ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-ലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. കട കഴിഞ്ഞ പിന്നെ വീട്, പിന്നെ ഈ സെറ്റുവാ സർവ്വസമയം. പിന്നെ ഈ പഴയ കാസറ്റുകളെല്ലാം എടുത്ത് ഒന്നേന്ന് വീട്ട് കേൾക്കും. അത് ഏകദേശം ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട് രാത്രി. അതായത് വെളുപ്പിനെ 2 മണി വരെ ഇരുന്ന് പാട്ട് കേൾക്കാറുണ്ട് എല്ലാ ദിവസവും. അതും ഈ പഴയ പാട്ടുകളാണ്? പഴയ പാട്ടുകളാണ്. കാസറ്റ് തന്നെ, ഓഡിയോ കാസറ്റ്. വേറെ ഒന്നിനകത്തൂടെ പാട്ട് കേൾക്കാറില്ല? വേറെ ഒന്നിനകത്തൂടെ അങ്ങനെ കേൾക്കാറില്ല. കാസറ്റ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്താണ് ഈ പ്ലേറ്റ് എന്നോ റെക്കോർഡ്, വിനയർ, ഗ്രാമഫോൺ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഗ്രാമഫോണിൽ കൂടെ കേൾക്കുന്നത് ഒരു പ്രത്യേകത. ഇതൊക്കെ അന്ന് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഞാനിതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴേ എല്ലാം കാണാൻ പറ്റും. അതെ അതെ അതെ. സംഭവം എല്ലാം അവിടെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്നിട്ട് ഇത് കാണാം. ഓക്കെ. അങ്ങനെ എന്തായാലും ഷാജി പറഞ്ഞ അഡ്രസ്സ് കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഷാജിയുടെ വീടിനടുത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ കാണുന്ന ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലണം, എങ്കിലേ ഷാജിയുടെ വീട്ടിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ദേ ആ കാണുന്നതാണ് ഷാജിയുടെ വീട്. ഓക്കേ. ആരെയും കാണുന്നില്ലല്ലോ. ഷാജി അവിടെ കാണുമെന്തോ, അതോ പുറത്തോട്ട് പോയോ? ഷാജിയേ, വള്ളക്കാരൊക്കെ വിളിക്കുന്ന കണക്ക് ഞാൻ ബെല്ല്
ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ ഓക്കെ. എപ്പോ എത്തി ഇവിടെ? ഞാനിപ്പോ കുറച്ചു നേരമായി. വാ കയറുക. ഇവിടെ എന്തൊക്കെയോ വിശേഷങ്ങളുണ്ട് നമ്മളെ കാണിക്കാനായിട്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ. അതെ, അപ്പൊ അങ്ങോട്ട് അകത്തേക്ക് വരാം. വാ കയറുക. ശരി. അങ്ങനെ ഷാജിയുടെ ക്ഷണപ്രകാരം അകത്തേക്ക് പോവുകയാണ്. ലൈറ്റ് ഒന്ന് ഇട്ടേക്കാവോ? ഇത് ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ. നമ്മൾ ഓക്കെ ഓക്കെ ഗുഡ്. അകത്തെ ലൈറ്റ് ഇവിടെ മതി, ധാരാളം. ഓക്കെ, ഒരു കുഞ്ഞു വീടാണ് ഷാജിക്ക്. അത് മതി അല്ലേ ഷാജി? അത് മതി. നമ്മൾ ഈ മുറിക്കകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്നത്, എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഇതൊരു ഓലക്കുടയാണോ? ഓലക്കുട ആണോ? ഓക്കെ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? അത് ഞാൻ ഈ മഹാബലി ചെയ്യാൻ പോകും. ആര്? ഷാജിയോ? ആഹാ. അപ്പൊ അതിന്റെ കൊടയാണ്. മഹാബലി ആകാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലല്ലോ. വെലിഞ്ഞ മഹാബലിയാവും. മഹാബലിയാണ്. പക്ഷെ ശരി, അത് നമ്മള് മാക്സിമം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ചെടുക്കും. ഓ ഓക്കെ ഓക്കെ. ഇപ്പോഴും പോകാറുണ്ടോ? എല്ലാ വർഷവും? എല്ലാ കൊല്ലം പോകും. എവിടെയാണ് പോകുന്നത് ഓരോരുത്തര് ഈ പ്രോഗ്രാമിന് വിളിക്കും, അതിന് പോയിട്ടുണ്ട്. പിന്നെ ഈ ബെർജർ പെയിന്റിന്റെ അവർക്ക് ഇത് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കടകളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതായത് കണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടൊരു എന്താണ് അതിന് പറയുന്നത്? വ്യൂകൾ. ഓക്കെ. അതുകൊണ്ട് അതെന്താണ് അതിന്റെ ഹിസ്റ്ററി? അത് ഞാൻ ക്രിസ്മസിന് ഈ ക്രിസ്മസ് പപ്പയായിട്ട് ഇറങ്ങും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് കൂടണ്ടാകും. അല്ലപ്പ നിങ്ങളെന്താ മൊത്തം കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്? ഓണത്തിന് മഹാബലിയും ആവും, ക്രിസ്മസിന് പപ്പയും ആവും, സാന്റാക്ലോസും ആവും. അപ്പൊ അവരെ രണ്ടുപേരെയും കൂടെ അടുത്തടുത്ത് വെച്ചിരിക്കുക. കണ്ടാ രാജി, ഞാനിതൊക്കെ കാണിക്കുമ്പോ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് സംഭവം? അതെ, ഞാൻ പറഞ്ഞില്ല മഹാബലിയുടെ കാര്യം. മഹാബലിയുടെ കിരീടമാണിത്. അത് ശരി. അപ്പൊ കംപ്ലീറ്റ് സാധനങ്ങളും കയ്യിലുണ്ട്. ഫുൾ കോസ്റ്റ്യൂമായിട്ടാണ് ഞാൻ ഡ്രസ് ചെയ്തങ്ങ് പോകുന്നത്. അപ്പൊ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഫുൾ പാക്കേജുമായിട്ടാണ് നമ്മൾ പോവുക. വേഷവും ഉണ്ട്, ആളും ഉണ്ട്. ഇനി എന്താണ് കോസ്റ്റ്യൂമോ? ഇതാണ് ഡ്രസ്. അത് ശരി. കണ്ടോ? ഇതാണ് നമ്മുടെ മഹാബലിയുടെ. അതുകൊണ്ട് സാന്റാക്ലോസിന്റെ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നത് നമ്മള് ഫുൾ ഡ്രസ്സോട് കൂടി പാവം എല്ലാം ഈ ഒരു കബോർഡിനകത്ത് ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിരിക്കുക. നോക്കുക, അതാ എടുക്കുന്നത്. ഇത് നമ്മള് ഗിഫ്റ്റുകളായിരുന്നു. അത് സാരമില്ല, കുഴപ്പമില്ല. ഇതിനകത്ത് സാന്റാക്ലോസിന്റെ ഡ്രസ്സും ഉണ്ട്. എന്ന് മനസ്സിലാക്കണം, ഈ ഒരു ഇടുങ്ങിയ ഒരു കുഞ്ഞു റൂമിനകത്താണ് ഷാജിയുടെ എല്ലാ ലോകവും തീർത്തിരിക്കുന്നത്. അതായത് ഈ ടൈപ്പ് റെക്കോർഡറിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് പിന്നെ ഈ ഇപ്പൊ സാന്റാക്ലോസിന്റെ ഡ്രസ്സ്, മഹാബലിയുടെ ഡ്രസ്സ്, ഇതെല്ലാം ഈ കബോർഡിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ മഹാബലി ആകുന്നു, സാന്റാക്ലോസ് ആകുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള അതിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണോ? ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റ് കിട്ടും. താല്പര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മള് അങ്ങനെ പോകുമ്പോ ഈ കാണുന്നവർക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഒരു പറയാൻ പറ്റാത്തൊരു സംഭവം. മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ? അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ സാന്റാക്ലോസ് ആകാനും റെഡി, മഹാബലി ആകാനും റെഡി. ഈ കുഞ്ഞു ടേപ്പ് റെക്കോർഡർ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ടേപ്പ് റെക്കോർഡർ പോലും ഇപ്പോൾ വർക്കിംഗ് ആണ്. എനിക്ക് അതിൽ വലിയൊരു പ്രത്യേകത തോന്നിയത് ഇത് ഓരോന്നും വർക്കിംഗ് ആണ് ഇപ്പോഴും. വെറുതെ ചുമ്മാ കാണാൻ കൊണ്ട് വെച്ചിരിക്കുന്നതല്ല, ഇപ്പോഴും ഇതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാസറ്റാണ്, ഡബിൾ കാസറ്റാണ്.
ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ചൊരു അത്ഭുതവും ആകാംക്ഷയൊക്കെ ഉണ്ടാവും. മറ്റു ചിലർക്ക് ഇതൊക്കെ ഞങ്ങൾ എത്രയോ കണ്ടതാ, അല്ലെ ഇതെൻ്റെ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിച്ചേക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഈ ഒരു ചെറിയ ഇടുങ്ങിയ ഈ ഒരു മുറിക്കുള്ളിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ സിസ്റ്റം ഇന്നും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു. അത് ഇതിനോടൊക്കെയുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ്. ഷാജി പറയുന്നത് നമ്മൾ കേട്ടുവല്ലോ, ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും ഷാജി ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കാൻ ഒരുക്കമാണ്. നോക്ക്, ഈ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ജീവിക്കുമ്പോഴും ഈ സാധനങ്ങൾ ഇതിനുള്ളിൽ ഉൾപ്പെടുത്താനായിട്ട് ഷാജിക്ക് വല്ലാത്തൊരു വ്യഗ്രതയാണ്. ഇനി നമുക്ക് ഷാജിയുടെ വേറൊരു രൂപം കാണാം. അപ്പൊ കുറച്ചു മുമ്പ് വരെ നമ്മൾ കണ്ടത് ഷാജി ഡ്രൈ ക്ലീനിങ് സെന്റർ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ്. പക്ഷെ ഇനിയിപ്പം നമ്മൾ കാണുന്നത് വേറൊരു വ്യക്തിയായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ ഷാജി ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ആദ്യ പ്രതീകം എന്താ? നിൽക്കുന്നു നമ്മുടെ ഷാജി. ഇവിടെ ഷാജി വേറൊരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെയും ആ ടേപ്പ് റെക്കോർഡർ ഉണ്ട്, കണ്ടോ? ഷാജി, ഇവിടെ വേറൊരാളാണല്ലോ. ഇവിടെ വേറൊരാളാ. ഇത് ഷാജി എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണോ? ഇത് ഷാജിയാണോ ഇതിന്റെ മൊത്തത്തിലുള്ള ഇൻചാർജ്? അല്ല, ഈ ചായയുടെ മാത്രം. ചായയുടെ മാത്രം? അത് തന്നെ ഞാൻ ചോദിച്ചു. അതല്ല, നീ പഴയ സെറ്റുകളൊക്കെ കാണാൻ മേടിക്കണ്ടേ? അത് കാശുണ്ട്. അതിനുവേണ്ടിയാണിത്. അതിനുവേണ്ടി. ഓ, ശരി ശരി. ഇതൊക്കെയാണ് ഷാജിയുടെ വിശേഷങ്ങൾ. ഷാജി ഇപ്പോൾ ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ച് ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായല്ലോ. ഷാജിയുടെ ഇഷ്ടങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞു ലോകം സൃഷ്ടിച്ച് അതിനുള്ളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സത്യത്തിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നാം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ്, അല്ലേ? നമുക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. സന്തോഷം കണ്ടെത്താൻ വേണ്ടി നമ്മൾ പല വഴി സ്വീകരിക്കാറുമുണ്ട്. പക്ഷെ ഒറ്റ കാര്യം മാത്രം നാം ഏവരും ശ്രദ്ധിക്കണം. എന്താണ്? ആ സന്തോഷം കണ്ടെത്താനുള്ള വഴി മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറരുത്. നമ്മുടെ ലോകത്തിന് യാതൊരു ദോഷവും ഉണ്ടാകരുത്. ആ വിധത്തിലുള്ള സന്തോഷം കണ്ടെത്തി ഷാജിയെ പോലെ ഒരു കുഞ്ഞായാലും വലുതായാലും ഒരു ലോകം സൃഷ്ടിച്ച് അതിനുള്ളിൽ ജീവിക്കുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ വിശേഷം, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.